ടാക്ടിക്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ജനറൽ സയൻസിലെ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്തിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം. ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് അന്തസ്രാവി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായാണ്. യഥാർത്ഥത്തിൽ നാളീരഹിത ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ. നമ്മൾ പറഞ്ഞു ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഹോർമോണുകളെ നമുക്ക് രാസ സന്ദേശ വാഹകർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. യഥാർത്ഥത്തിൽ ഇവർ ഒരു വാഹകർ തന്നെയാണ്, രാസ സന്ദേശ വാഹകർ. ഇപ്പോൾ ഹോർമോണൊക്കെ നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ ഭാഗങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഏതെല്ലാമാണ് പ്രോട്ടീനുകൾ? എൻസൈംസ് പ്രോട്ടീൻ ആണ്, ഹോർമോണുകൾ പ്രോട്ടീൻ ആണ്, നമ്മുടെ മുടി, നഖം ഇതെല്ലാം പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ പ്രോട്ടീൻ വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് ഹോർമോണുകൾ. ഈ ഹോർമോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാസസന്ദേശവാഹകരാണ്. അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. അന്തസ്രാവി ഗ്രന്ഥികളെയും ഏതൊക്കെയാണ് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പിന്നീട് ഡിസ്കസ് ചെയ്യും. അവ ഉണ്ടാക്കുന്ന ഹോർമോണുകളെയും നമുക്കറിയാം, ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ, പാരാതെർമോൺ ഇതൊക്കെ ഹോർമോണുകളാണ്, ഉദാഹരണങ്ങളാണ്. അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഇത് എൻഡോക്രൈനോളജി. നമ്മൾ ഡിസ്കസ് ചെയ്തു അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ച്. ആ അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥികളാണ് ഈ നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? പാൻക്രിയാസ്, തൈറോയിഡ് ഗ്രന്ഥി, പാരാതൈറോയിഡ് ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, പൈനിയൽ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഹൈപ്പോതലാമസ്. ഈ നൽകിയിട്ടുള്ള ഓർഡറിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ലിസ്റ്റ് ചെയ്ത ഓർഡർ പ്രകാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിന്റെ മലയാള പേരാണ് ആഗ്നേയഗ്രന്ഥി. പാൻക്രിയാസിന്റെ സ്ഥാനമാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. എവിടെയാണ് പാൻക്രിയാസ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ യഥാർത്ഥ പൊസിഷൻ എവിടെയാണ്? ആമാശയത്തിന്റെ താഴെയാണ് പാൻക്രിയാസിന്റെ സ്ഥാനം. മനുഷ്യ ശരീരത്തിൽ അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഗ്ലാൻഡാണ് ഏത്? പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി. എന്ന് പറഞ്ഞാൽ എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. സാധാരണ ഗ്രന്ഥികളെല്ലാം ഹോർമോൺ മാത്രമേ സെക്രീറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷെ ഇവിടെ പാൻക്രിയാസ് ഗ്രന്ഥി രണ്ടും സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? എൻസൈമും ഉണ്ട്, ഹോർമോണും ഉണ്ട്. മനുഷ്യ ശരീരത്തിലെ സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും പാൻക്രിയാസ് തന്നെ. സ്വീറ്റ് ബ്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും ഏതാണ്? പാൻക്രിയാസ് ആണ്.
പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാസിന്റെ അനാട്ടമി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കോശങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് കോശങ്ങൾ? ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ചെതറിക്കിടക്കുകയാണ്. അങ്ങനെ ചെതറിക്കിടക്കുന്ന കോശ സമൂഹത്തെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കുന്നത്. ഇനി പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകൾ അതേതെല്ലാം? നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അന്തസ്രാവി വ്യവസ്ഥയാണ്. യഥാർത്ഥത്തിൽ പാൻക്രിയാസ് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അതിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അന്തസ്രാവി വ്യവസ്ഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകൾ ഇൻസുലിനും ഗ്ലൂക്കഗോണാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ആരൊക്കെ? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിനും ഗ്ലൂക്കഗോണും അല്ലെങ്കിൽ ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും പ്രധാന ഫംഗ്ഷൻ എന്താണ്? റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് ഇൻ ബ്ലഡ്. ഇനി നമ്മൾ പറഞ്ഞു ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ ചിതറിക്കിടക്കുന്ന സെല്ലുകളെ കുറിച്ചും പറഞ്ഞു. ഏതൊക്കെയാണ് സെല്ലുകൾ? ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ഇനി ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. കരളിൽ സംഭരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ആണിത് ഗ്ലൂക്കഗോൺ. അതായത് മനുഷ്യ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സംഭരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കരളിൽ ഓൾറെഡി ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി വെച്ചിട്ടുണ്ട്. കരളിൽ ഗ്ലൈക്കോജൻ രൂപത്തിൽ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ ഗ്ലൂക്കോസിനെ തിരിച്ച് ബ്ലഡിലോട്ട് കൊണ്ടുവന്ന് ഗ്ലൂക്കോസ് റെഗുലേഷൻ നടത്തുന്ന ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. അതാണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഇത് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോണും ഗ്ലൂക്കഗോൺ ആണ്. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ ആവശ്യം ബോഡിക്കുണ്ട് അല്ലെങ്കിൽ ബ്ലഡിനുണ്ട്. ആ സമയത്ത് അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ ആർക്ക് കഴിയും? ഗ്ലൂക്കഗോണിന് കഴിയും. ഇനി അടുത്തത് ആൽഫ കോശങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത കോശങ്ങളാണ് ബീറ്റ കോശങ്ങൾ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ. നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടിൽ ഇൻസുലിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യണം, മരുന്ന് ഒഴിവാക്കി, പ്രമേയമുള്ളവർക്ക് മരുന്ന് ഒഴിവാക്കി ഇൻസുലിൻ ഇഞ്ചക്ഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉത്തേജിപ്പിക്കാൻ മരുന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ആരാണ്? ബീറ്റ കോശങ്ങളാണ്. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. എങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ. മനുഷ്യ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അമിതമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിക്കുന്നത് ആരുടെ സഹായത്താലാണ്? ഇൻസുലിന്റെ സഹായത്താലാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലോ കരളിൽ സംഭരിച്ച അധികമുള്ള ഗ്ലൈക്കോജനെ അല്ലെങ്കിൽ കരളിൽ സംഭരിക്കപ്പെട്ട ഗ്ലൈക്കോജനെ ബ്ലഡിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോൺ. ഇതെന്താ ചെയ്യുന്നത്? അമിതമുള്ള ഗ്ലൂക്കോസിനെ, ബ്ലഡിലുള്ള അമിത ഗ്ലൂക്കോസിനെ കരളിലോട്ട് ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ. ഇൻസുലിൻ കണ്ടെത്തിയത് ആരാണ്? ഫെഡറിക് ബാൻഡിങ്, ചാൾസ് ബെസ്റ്റർ. ബാൻഡിങ് ബെസ്റ്റ് നമ്മൾ പറയാറുണ്ട്. ഇൻസുലിൻ കണ്ടെത്തിയത് ബാൻഡിങ് ബെസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. അതിൽ ബാൻഡിങ്ങും ബെസ്റ്റും രണ്ടാൾക്കാരാണ്.
ഇൻസുലിൻ, കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്കാണ്. ഇൻസുലിൻ, കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ്, അതായത് പ്രമേഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റണം. അതിന് എന്ത് സെക്രീറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. എന്നാൽ വേണ്ടത്ര ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലോ ആ സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പൊ എപ്പോഴാണ് ഒരാൾക്ക് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട് എന്ന് പറയുക? അതിന്റെ നോർമൽ റേഞ്ച് എത്രയാണ്? ഒരാളുടെ ഷുഗറിന്റെ യഥാർത്ഥ അളവ്, അതായത് ബ്ലഡിലെ ഷുഗറിന്റെ പേരാണിത് ഗ്ലൂക്കോസ്. അപ്പൊ ആ ഗ്ലൂക്കോസിന്റെ ഒരു റേഞ്ച് ഉണ്ട് ബ്ലഡിൽ ഇത്ര, അതായത് ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും, അതായത് 70 to 110. ഇതാണ് യഥാർത്ഥത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴാണ് ഒരാൾക്ക് പ്രമേഹം ഉണ്ട് എന്ന് പറയുന്നത്? പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് 126 ആവാം. നമ്മൾ പറഞ്ഞു 70 റേഞ്ച്, പക്ഷെ ഒരാൾക്ക് എന്തുണ്ട്? 126 mg/100 ml. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ട്? ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസിന് അദ്ദേഹം ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന ഒരു അസുഖം അദ്ദേഹത്തിനുണ്ട്. എന്തിന്റെ കുറവ് മൂലം? ഇൻസുലിന്റെ കുറവ് മൂലം. എത്രയാണ് റേഞ്ച്? 70 to 110. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഗ്രന്ഥിയായിട്ടുള്ള തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും തൈറോയിഡ് ഗ്രന്ഥി തന്നെയാണ്. ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ആകൃതി എന്താണ്? ചിത്രശലഭത്തിന്റെ ആകൃതിയാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണിത് തൈറോയിഡ് ഗ്രന്ഥി. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അത് കരളാണ്. ലിവറാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. എന്നാൽ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണ്? തൈറോക്സിൻ, കാൽസിറ്റോണിൻ. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകമാണിത് അയഡിൻ. ഏത് മൂലകമാണ് തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയഡിനാണ്. തൈറോക്സിനും കാൽസിറ്റോണിനും ആരാണ് ഉണ്ടാക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണിത് കാൽസിറ്റോണിൻ. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണിത് കാൽസിറ്റോണിൻ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരു കാൽസ്യത്തിന് ഒരു റേഞ്ച് ഉണ്ട്, അത് പിന്നെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അമിതമുള്ള കാൽസ്യത്തെ എല്ലിലോട്ട് സംഭരിക്കപ്പെടണം. അതിന് സഹായിക്കുന്ന ഹോർമോണാണിത് കാൽസിറ്റോണിൻ. സംഭരിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഇനി അടുത്ത പോയിന്റ്, ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ബേസൽ മെറ്റബോളിക് റേറ്റ്. എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ്? ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജം. ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗമാണിത് ബേസൽ മെറ്റബോളിക് റേറ്റ്. അത് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണിത് തൈറോക്സിൻ. തൈറോക്സിൻ ഉണ്ടാക്കുന്നത് ആരാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. കഴിഞ്ഞിട്ടില്ല. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണിത്
തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ. ഉപാപചയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് ഫങ്ഷൻ. ഇപ്പം നമ്മളെ ബോഡിയിൽ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാക്രോ ആയിട്ടുള്ള എലമെന്റ്സിനെ മൈക്രോ ആക്കി നമ്മളെ ബോഡിയിലേക്ക് അത് എന്ത് ചെയ്യണം, സ്വാംശീകരിക്കപ്പെടണം. ഇതിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് മെറ്റബോളിക് ഫങ്ഷൻ. ഈ മെറ്റബോളിക് ഫങ്ഷനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മെറ്റബോളിക് പ്രവർത്തനങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണാണ് ഇത് തൈറോക്സിൻ. അതുപോലെ കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണും തൈറോക്സിൻ തന്നെയാണ്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയുണ്ട്, കുറയുന്ന അവസ്ഥയും. ഒരാളിൽ തൈറോക്സിന്റെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയെ പറയുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം. എന്നാൽ കൂടിക്കഴിഞ്ഞാലോ അപ്പൊ അതിന്റെ പേര് മാറി, എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം. ഇനി അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. നമുക്കറിയാം തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്ത് വേണം? അയഡിൻ വേണം. തൈറോക്സിനും കാൽസിട്രോണിനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്ത് വേണം? അയഡിൻ വേണം. അപ്പൊ ഈ അയഡിൻ കിട്ടാതിരുന്നാൽ തൈറോയിഡ് ഗ്രന്ഥി ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മാർഗം അവര് ഫോളോ ചെയ്യും. എന്താണ് മാർഗം? കൂടുതൽ വലുതായി കൂടുതൽ സെല്ലിന്റെ പ്രൊഡക്ഷൻ കൂട്ടി കൂടുതൽ സെല്ലിന്റെ ഇപ്പോ യഥാർത്ഥത്തിൽ അതിന് ഈ ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യപ്പെടാൻ കഴിയുന്നില്ല. തൈറോയിഡ് ഗ്രന്ഥി ഫെയിലാണ്, പരാജയമാണ്. ഏത്? ഹോർമോൺ ഉണ്ടാക്കാൻ പരാജയമാണ്. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? അയഡിൻ കുറവ് മൂലം. അയഡിൻ വേണ്ടത്ര കിട്ടുന്നില്ല. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ചിന്തിക്കുകയാണെന്ത്, കുറച്ചും കൂടി സെല്ലിന്റെ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ, കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വലുതാവുന്ന അവസ്ഥയാണ് ഇത് ഗോയിറ്റർ. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ഇത് ക്രിട്ടനിസം. അപ്പം മുതിർന്നവരിലോ? അതാണ് മിക്സോഡിമ. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സോഡിമ. ഇനി തൈറോക്സിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാലോ? ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറഞ്ഞു കഴിഞ്ഞാലാണ്. അത് കുട്ടികളിലും മുതിർന്നവരിലും രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് പേരിൽ. എന്നാൽ തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗം അതേതാ? എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. എക്സോഫ്താൽമിക് ഗോയിറ്റർ. അതിന് വേറൊരു പേരെന്താണ്? ഗ്രേവ്സ് ഡിസീസ്. ഗ്രേവ്സ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അസുഖമാണ് ഇത് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇനി മൂന്നാമത്തെ ഹോർമോൺ പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണിത് പാരാതൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് മുമ്പിലാണെങ്കിൽ ബാക്കിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് പാരാതൈറോയിഡ്. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതെർമോൺ. ആ പേരിൽ തന്നെയാണ് പാരാതെർമോൺ. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണിത് പാരാതെർമോൺ. അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണിത് പാരാതെർമോൺ. എന്താണ് പാരാതെർമോൺ ചെയ്യുന്ന ഫംഗ്ഷൻ? രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽഷ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് പാരാതെർമോൺ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കാൽസിട്രോണിന്റെ ഫംഗ്ഷൻ. ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അമിതമുള്ള കാൽഷ്യത്തെ എല്ലിലോട്ട് സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് കാൽസിട്രോണിൻ. എന്നാൽ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അധികമുള്ള കാൽഷ്യത്തെ ബ്ലഡിലോട്ട് തിരിച്ച് പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് പാരാതെർമോൺ. അപ്പൊ കാൽഷ്യത്തിന് ഒരു അളവുണ്ടല്ലോ, ആ അളവാണ് താഴെ കൊടുത്തത്. 9 to 11 mg/100 ml. ഇതാണ് കാൽഷ്യത്തിന്റെ റേഞ്ച്. പാരാതെർമോന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ടെറ്റനി. പാരാതെർമോന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇത് ടെറ്റനി.
ടെറ്റനി ബാധിക്കുന്നത് ഏത് അവയവത്തെ? പരീക്ഷയ്ക്ക് ചോദിക്കും. ടെറ്റനി ബാധിക്കുന്നത് ഏത് അവയവത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേശികളെയാണ്, പേശികളെ. ഇനി അടുത്ത ഗ്രന്ഥി അല്ലെങ്കിൽ അടുത്ത ഗ്ലാൻഡ് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അഡ്രീനൽ ഗ്രന്ഥി രണ്ട് വൃക്കകളുടെയും മുകളിലായി കാണുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. രണ്ട് വൃക്ക എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് ഏത്? അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം അറിയപ്പെടുന്നത് കോർട്ടക്സും ഇന്നർ ഭാഗം അല്ലെങ്കിൽ ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുലയുമാണ്. കോർട്ടക്സും മെഡുലയും സെപ്പറേറ്റ് ആണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്നല്ല, അതിന് രണ്ടിനും എന്തുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് ഹോർമോണുകൾ ഉണ്ട്. കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? കോർട്ടിസോൾ, ഓൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. 3 ഹോർമോണുകളാണ് കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? കോർട്ടിസോൾ, ഓൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് കോർട്ടിസോൾ. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് ഉണ്ട്, പ്രോട്ടീൻ, അതുപോലെ ഫാറ്റ് ഉണ്ട്. ഇതിനൊക്കെ വിഘടിച്ച് ഇപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുകയും ഇതിനെയെല്ലാം വിഘടിപ്പിക്കും. ഏതൊക്കെ? മാംസ്യത്തെയും കൊഴുപ്പിനെയും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഗ്ലൂക്കോസ് കിട്ടും. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായിട്ടും ഏത് ഉപയോഗിക്കുന്നുണ്ട്? കോർട്ടിസോളെ ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് കോർട്ടിസോൾ. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന ഹോർമോണാണ് ഇത് കോർട്ടിസോൾ. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന ഹോർമോൺ. ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കേണ്ടി വരും. നമുക്ക് കൂടാൻ പാടില്ല. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം കൂടാൻ പാടില്ല. പ്രതിരോധം വല്ലാതെ കൂടാൻ പാടില്ല. ഒക്കെ ഒരു റേഞ്ചിന്, ആ റേഞ്ചിന് അപ്പുറം കടക്കാൻ പാടില്ല. അപ്പോൾ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന ഒരു ഹോർമോണാണ് ഇത് കോർട്ടിസോൾ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ഓൾഡോസ്റ്റിറോൺ. വൃക്കയിൽ പ്രവർത്തിക്കും. അതായത് ഇത് പ്രവർത്തിക്കുന്ന എവിടെയാണ്? വൃക്കയിലാണ്. ശരീരത്തിലെ വൃക്കന്റെ മുകളിലാണ് എന്ത് കിടക്കുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് കിടക്കുന്നത്. അഡ്രീനൽ ഗ്ലാൻഡിലെ കോർട്ടക്സ് ആണ് ഏതൊക്കെ ഉത്പാദിപ്പിക്കുന്നത്? കോർട്ടിസോളും ഓൾഡോസ്റ്റിറോണും ഒക്കെ. അപ്പൊ ഈ ഓൾഡോസ്റ്റിറോൺ പ്രവർത്തിക്കുന്നത് വൃക്കയിൽ ഉള്ളിലാണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ, ശരീരത്തിന് പ്രത്യേക ഒരു കണക്കുണ്ട്. ജലത്തിനും കണക്കുന്നുണ്ട്, ലവണത്തിനും കണക്കുന്നുണ്ട്. ആ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഓൾഡോസ്റ്റിറോണാണ്. മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോണാണിത് ഓൾഡോസ്റ്റിറോൺ. അപ്പൊ ഒരാളില് ഓൾഡോസ്റ്റിറോൺ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൽ വേരിയേഷൻ വരും. കിഡ്നി ഫെയിലായാൽ തന്നെ എന്ത് വരും? രക്തസമ്മർദ്ദം ക്രമാതീതമായിട്ട് ഉയരും. അങ്ങനൊക്കെ വരും. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല, നമ്മൾ നേരത്തെ പറഞ്ഞു പുറം ഭാഗമുണ്ട്, ഉൾഭാഗം. പുറം ഭാഗം കോർട്ടക്സും ഉൾഭാഗം മെഡുലയുമാണ്. മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഏത്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, അല്ലെങ്കിൽ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? എപ്പിനെഫ്രിനാണ് അല്ലെങ്കിൽ അഡ്രിനാലിനാണ്. എമർജൻസി ഹോർമോൺ. ഇപ്പൊ നമ്മുടെ ബാക്കിൽ നമ്മളിങ്ങനെ രാത്രി നടന്നു പോകുമ്പോൾ ഒരു പട്ടി എന്ത് ചെയ്തു? നമ്മുടെ പിന്നാലെ കൂടി. ആ സമയത്ത് ഓടാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ആ സമയത്ത് ഒരു ഉസൈൻ ബോൾട്ടോ. എന്തുകൊണ്ടാണ്? ഈ അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ തെങ്ങ് കയറാൻ കഴിയാതെ അല്ലെങ്കിൽ കിടങ്ങ് എടുത്തു ചാടാൻ കഴിയാത്ത ഒരാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കിടങ്ങൊക്കെ എടുത്തു ചാടാൻ കഴിയും. തെങ്ങൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ചാടി കയറിയിട്ടുണ്ടാവും. കാരണം എന്താ? അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിന്റെ പ്രൊഡക്ഷൻ മൂലമാണ്. ഇനി സർജിക്കൽ ഹോർമോൺ നേരെ ഓപ്പോസിറ്റ്, നോർ എപ്പിനെഫ്രിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ എപ്പിനെഫ്രിൻ ആണ്, നോർ അഡ്രിനാലിൻ. ഇപ്പൊ ഒരാളില് സർജറിന്റെ ഒക്കെ മുമ്പ് അയാളിൽ എന്ത് ചെയ്യും? പ്രഷറും ഭയമൊക്കെ കൂടിയിട്ടുണ്ടാവും. പേടിയും പ്രഷറൊക്കെ കൂടുന്ന സമയത്ത് അയാളെ ഒന്ന് കാമാക്കാൻ
ഒന്ന് ഇതാണ് നോർമലാക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇത് നോർ അഡ്രിനാലിൻ. അതുകൊണ്ടാണ് സർജിക്കൽ ഹോർമോൺ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് ഇത് എപ്പിനെഫ്രിൻ. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ സജ്ജമാക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ എമർജൻസി ഹോർമോണാണ് ഇത് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ സജ്ജമാക്കുന്നു. ഇനി അടുത്ത ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി മാറലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണിത് തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് തൈമോസിൻ. ആ പേരിൽ തന്നെയാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. നേരത്തെ പറഞ്ഞു തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് തൈമോസിൻ. അതിന്റെ വേറെ പേരാണ് ഇത് യുവത്വ ഹോർമോൺ. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ഇല്ലാതാവുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് ഇത് തൈമസ് ഗ്രന്ഥി. ഈ തൈമസ് ഗ്രന്ഥിയുടെ ഫംഗ്ഷൻ എന്താ? ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഇത് തൈമസ് ഗ്രന്ഥി. ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്നത്, അതാണ് ആരുടെ ഫംഗ്ഷന്? തൈമസ് ഗ്രന്ഥിയുടെ ഫംഗ്ഷൻ. ഇനി അടുത്ത ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി എന്നും വിളിക്കാം. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം, നമ്മൾ രാവിലെ എണീക്കുന്നു, ഒരു പ്രത്യേക ടൈമിൽ എണീക്കുന്നു, പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ഒരു ഘടികാര രൂപത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ്? പൈനിയൽ ഗ്രന്ഥിയാണ്. അതുകൊണ്ടാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്നും ഈ ഗ്രന്ഥിയെ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണിത് പൈനിയൽ ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി നമ്മുടെ ബ്രെയിനിൽ ന്യൂറോക്രൈൻ ടിഷ്യൂ അല്ലാതെ നിർമ്മിക്കപ്പെട്ട എല്ലാ സെല്ലുകളും ന്യൂറോൺസ് ഉപയോഗിച്ചിട്ടാണ്. എല്ലാ കലകളും, ഇപ്പൊ തലച്ചോറ് അല്ലെങ്കിൽ ഹെഡിന്റെ ഉള്ളിൽ എല്ലാ കലകളും ന്യൂറോൺസ് ഉപയോഗിച്ചിട്ടാണ്. ഹൈപ്പോതലാമസ് ആയാലും മറ്റു ബ്രെയിൻ പാർട്സുകളായാലും ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ന്യൂറോൺസ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ പൈനിയൽ ഗ്രന്ഥി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ന്യൂറോൺസ് ഉപയോഗിച്ചിട്ടല്ല. അതാണ് പ്രത്യേകത. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. അതുകൊണ്ടാണ് ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്ന പേരിൽ എന്തറിയപ്പെടുന്നത്? പൈനിയൽ ഗ്രന്ഥി അറിയപ്പെടുന്നത്. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണിത് മെലാറ്റോണിൻ. മെലാറ്റോണിനും സെറാട്ടോണിനും. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് മെലാറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ. അപ്പൊ ഈ മെലാറ്റോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ഉറക്കം വരില്ല. ഇപ്പൊ നമ്മൾ ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ രാത്രി ഒരുപാട് ആൾക്കാർ മൊബൈൽ ഉപയോഗിക്കും. മൊബൈലിന്റെ ബ്ലൂ ലൈറ്റ് അങ്ങനെ മുഖത്തോട്ട് അടിക്കുമ്പോൾ മെലാറ്റോണിൻ വിചാരിക്കുന്നത് രാത്രി ആയിട്ടില്ല, അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി വിചാരിക്കും രാത്രി ആയിട്ടുള്ള, ഇപ്പോഴും പകലാണ്. അപ്പൊ ഇയാൾക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം എന്താ? മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയി. മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയി. മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതല വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ട് നിർമ്മിക്കപ്പെട്ടാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ മെലാറ്റോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് മെലാറ്റോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇത് മെലാറ്റോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികൾ ലൈംഗിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇത് മെലാറ്റോണിൻ. ഇനി അടുത്ത ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന 2 ദളങ്ങളുള്ള ഗ്രന്ഥിയാണിത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി ഏതാണ്? പയർ വിത്താണ്. പയർ വിത്ത്. എത്ര ദളങ്ങളുണ്ട്? 2 ദളങ്ങളുണ്ട്. മുൻതളമുണ്ട്, പിന്തളമുണ്ട്. നായക ഗ്രന്ഥി എന്ന അറിയപ്പെടുന്ന നായക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണിത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? മറ്റു ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. നായക ഗ്രന്ഥി നയിക്കുന്നു.
ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണിത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണിത് ഗ്രന്ഥിയാണിത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ, പ്രൊലാക്റ്റിൻ. ഇനി തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്നാൽ ACTH, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ട്രോപ്പിക് ഏരിയ അല്ലെങ്കിൽ കോർട്ടക്സിനെയാണ് നിയന്ത്രിക്കുന്നത്. ഏതിന്റെ? അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അതുപോലെ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ ടെസ്റ്റിസ് പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ ഓവം പ്രവർത്തനവും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് GTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ. ടെസ്റ്റിസിനെയും പിന്നെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനവും ഈ രണ്ട് ഫംഗ്ഷനാണ് ആയിട്ടുള്ളത് GTH ഉള്ളത്. അതുപോലെ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണിത് പ്രൊലാക്റ്റിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുലപ്പാൽ ഉൽപാദനം കുറയും. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സൊമാറ്റോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ വളർച്ചാ ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് സൊമാറ്റോട്രോപിക് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് ഇത് സൊമാറ്റോട്രോപിക് ഹോർമോൺ. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ഇത് വാമനത്വം. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാമനത്വം സംഭവിക്കും, അല്ലെങ്കിൽ ഡോർഫിസം സംഭവിക്കും. അതുപോലെ കൂടിക്കഴിഞ്ഞാലോ ഭീമാകാരത്വം. ഒരാൾ ക്രമാതീതമായി വളർന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കും? ഭീമാകാരത്വം. 7 feet, 8 feet, 9 feet ഒക്കെ ഒരാൾക്ക് ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയതാണ്. എന്നാൽ പുള്ളന്മാരാണെങ്കിലോ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞതാണ്. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം താടിയല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ അക്രോമെഗാലി. ഇപ്പൊ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം നടക്കുന്ന ഒരു സമയമാണ്. അതിന്റെ ഉൽപാദനം നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പൊ വളർച്ചാഘട്ടം കടക്കുന്നതിന് മുമ്പ്, വളർച്ചാഘട്ടത്തിന്റെ സമയത്താണ് ഏതിന്റെ ഉൽപാദനം നടക്കുള്ളൂ? സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം നടക്കുള്ളൂ. എന്നാൽ ഒരാളിൽ വളർച്ചാഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം ക്രമാതീതമായി കഴിഞ്ഞാൽ അയാളുടെ താടിയിലും വിരലുകളൊക്കെ എന്ത് ചെയ്യും? വീണ്ടും വളരാൻ തുടങ്ങും. ഇങ്ങനെ ഒരു വികൃതമായിട്ടുള്ള ഒരു വളർച്ച, അതിനെയാണ് എന്ത് പറയുന്നത്? അക്രോമെഗാലി. ഇനി നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ടേബിൾ രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതന്നെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പഠിക്കണമെങ്കിൽ ടേബിൾ നോക്കി പഠിച്ചാലും മതി. ഇനി ഹൈപ്പോതലാമസ്, പിന്തളം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിന് ഹൈപ്പോതലാമസുമായിട്ട് ബന്ധമുണ്ട്. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ഗ്രന്ഥിയാണിത് ഹൈപ്പോതലാമസ്. ബ്രെയിനിന്റെ ഒരു ഭാഗമാണിത് ഹൈപ്പോതലാമസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്നെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ സ്ലൈഡിൽ പിന്തളത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പൊ അതിനു മുമ്പ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തം നിയന്ത്രിക്കുന്നതാണ് ഇത് ഹൈപ്പോതലാമസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസിന് പിറ്റ്യൂട്ടറി ആയിട്ട് ബന്ധമുണ്ട്. മാത്രവുമല്ല ഹൈപ്പോതലാമസ് മറ്റു അന്തസ്രാവി വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നുണ്ട്.
ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. യഥാർത്ഥത്തിൽ ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എവിടെയാണ്? പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിലാണ്. നമ്മൾ നേരത്തെ മുന്തളം ഡിസ്കസ് ചെയ്തു. പിന്തളത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ചെയ്യുന്നത്. പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് പിറ്റ്യൂട്ടറി ചെയ്യുന്നത്. എന്തെല്ലാമാണ് സ്റ്റോർ ചെയ്യുന്നത്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. യഥാർത്ഥത്തിൽ ഓക്സിറ്റോസിനും വാസോപ്രസിനും നിർമ്മിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് വാസോപ്രസിൻ. വാസോപ്രസിന്റെ അപരനാമാണ് ADH അല്ലെങ്കിൽ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. ഈ വാസോപ്രസിന്റെ ഉൽപാദനം വേനൽക്കാലത്ത് ഉൽപാദനം കൂടുതലാണ്, തണുപ്പ് കാലത്ത് ഉൽപാദനം കുറവാണ്. ഇപ്പൊ വേനൽക്കാലത്ത് നമുക്ക് മൂത്രമൊഴിക്കൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. എന്നാൽ തണുപ്പ് കാലത്ത് അമിതമായി മൂത്രം അല്ലെങ്കിൽ യൂറിനേഷൻ സംഭവിക്കും. കാരണം എന്താ? വാസോപ്രസിന്റെ ഉൽപാദനം വേനൽക്കാലത്ത് കൂടുതലാണ്. കാരണം വെള്ളം ആവശ്യമുണ്ട്. അങ്ങനെ മൂത്രമൊഴിച്ച് വിടാൻ അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് വെള്ളം പുറത്തോട്ട് കളയാൻ ബോഡിയിൽ വെള്ളമില്ല. ആ സമയത്ത് വാസോപ്രസിൻ ആക്ട് ചെയ്തിട്ട് വെള്ളത്തെ പിടിച്ചു നിർത്തും. അതാണ് വേനൽക്കാലത്ത് സംഭവിക്കുന്നത്. എന്നാൽ തണുപ്പ് കാലത്ത് ബോഡിയിൽ എന്തില്ല? വിയർപ്പൊക്കെ കുറവാണ്. കാരണം എന്താ? ബോഡിയും അന്തരീക്ഷമൊക്കെ തണുത്തിരിക്കുകയാണ്. ആ സമയത്ത് വെള്ളം അത്യാവശ്യം ബോഡിയിൽ ഉണ്ടാവും. വാസോപ്രസിന്റെ ഉൽപാദനം വലിയ രീതിയിൽ നടക്കൂല. ആ സമയത്ത് യൂറിനേഷൻ കൂടുതലായിട്ട് സംഭവിക്കും. അതൊക്കെ വാസോപ്രസിന്റെ കളികളാണ്. ഇനി വാസോപ്രസിന്റെ അല്ലെങ്കിൽ ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ. നമ്മുടെ ബോഡിയിൽ വാസോപ്രസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലോ? ഇപ്പൊ വേനൽക്കാലത്ത് ഉൽപാദനം കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാലോ ഇയാൾ അങ്ങനെ മൂത്രയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമിതമായി മൂത്രം വെളിയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണിത് ഡയബറ്റിക് ഇൻസിപിഡസ്. ഡയബറ്റിക് ഇൻസിപിഡസ്. ഇനി ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കുന്നതിനും സഹായിക്കുന്ന ഹോർമോണാണിത് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ. ഇനി വിശപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് അല്ലെങ്കിൽ വിശപ്പിനും ദഹന സഹായത്തിനും സഹായിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണിത് ഗ്രലിൻ. ഗ്രലിൻ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായിട്ടുള്ള ഹോർമോണും ഗ്രലിനാണ്. നമുക്ക് വിശപ്പ് അനുഭവപ്പെടണമെങ്കിൽ എന്തിന്റെ സെക്രീഷൻ നടക്കണം? ഗ്രലിന്റെ സെക്രീഷൻ നടക്കണം. ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇത് ഗ്യാസ്ട്രിൻ. ഗ്യാസ്ട്രിൻ. പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയ രസത്തിന്റെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ഇത് സെക്രീറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അന്തസ്രാവി വ്യവസ്ഥയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.